ഇന്ത്യയിൽ മാത്രമല്ല ആഗോളതലത്തിൽ 60 രാജ്യങ്ങൾ, 60-ലധികം രാജ്യങ്ങൾ അവരുടെ ഭരണാധികാരികളെ തെരഞ്ഞെടുക്കുന്ന ഒരു വർഷമാണ്. ഏകദേശം 400 കോടി ജനങ്ങളാണ് ഈ 2024 അവരുടെ സമ്മതിദാനാവകാശം രേഖപ്പെടുത്തേണ്ടതുള്ളത്. ഇന്ത്യയിൽ, അമേരിക്കയിൽ, തുർക്കിയിൽ, യൂറോപ്യൻ യൂണിയനിൽ, അങ്ങനെ തുടങ്ങിയിട്ട് ലോകത്തിന്റെ ഏകദേശം 60ഓളം രാജ്യങ്ങൾ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ നിൽക്കുകയാണ്. അതിനുള്ള മികവുകളികളാണ് എല്ലാ രാജ്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഭരണാധികാരികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അമേരിക്കയിലും തുർക്കിയിലും അവതരിപ്പിക്കപ്പെട്ട തെരഞ്ഞെടുപ്പിനോടനുബന്ധമായ പ്രഖ്യാപനങ്ങൾ അവരുടെ പ്രതിപക്ഷ പാർട്ടികൾ അതിശക്തമായ വിധത്തിൽ വിമർശന വിധേയമാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് തെരഞ്ഞെടുപ്പിൽ ലാഭീകരണ വണ്ണമുള്ള ഒരു ബജറ്റ് ഇന്ത്യയിലും അവതരിപ്പിച്ചത്. സ്വാഭാവിക വഴി ഒരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ നിൽക്കുകയാണ്. അങ്ങനെ വരുന്ന സമയത്തെങ്കിലും ജനോപകാരപ്രദമായ ഒരു ബജറ്റ് അവതരിപ്പിക്കുക എന്നത് രാഷ്ട്രീയ പാർട്ടികൾ കാണിക്കുന്ന ഒരു സാമാന്യ രീതിയാണ്. തെരഞ്ഞെടുപ്പ് വെളിപ്പാടകളി ഉണ്ടായിട്ട് പോലും ആ ബജറ്റിനകത്ത് ജനോപകാരപ്രദമായ പദ്ധതികൾ പ്രഖ്യാപിക്കാൻ കഴിയില്ല എന്നത് കേന്ദ്ര സർക്കാരിന്റെ ഒരു വമ്പിച്ച പരാജയമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇതൊരു സുപ്രധാനമായ കാര്യമാണ്. കേന്ദ്ര സർക്കാർ ഈ രാജ്യത്തെ അവഗണിക്കുന്ന മാത്രമല്ല, രാജ്യത്തിന്റെ നട്ടലെന്ന് പറയാവുന്ന കർഷകർ, അവരാണ് ഇന്ത്യ പോലെ ഒരു രാജ്യത്തിന്റെ അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് നട്ടലെന്ന് പറയുന്നത്. ബജറ്റ് പ്രഖ്യാപിച്ച് മണിക്കൂറുകൾ കഴിയുന്നതിന് മുമ്പ് ഇന്ത്യ കർഷകരായി പ്രക്ഷോഭമായി സംഘർഷഭരിതമാണ്. ഇന്ത്യയുടെ തെരുവുകൾ മുതൽ കർഷകർ കൈവരിയിരിക്കുകയാണ്. ഈ ബജറ്റ് അവരുടെ പ്രശ്നങ്ങളെ അഡ്രസ് ചെയ്യുന്നില്ല എന്നതാണ് അവർക്ക് നന്നായി അറിയാം എന്ന് മാത്രമല്ല, കർഷകർ ഏതെങ്കിലും ഒരു ജാതിയുടെ ഭാഗമല്ല, മതത്തിന്റെ ഭാഗമല്ല, രാഷ്ട്രീയ പാർട്ടികളുടെ പിന്തുണയ്ക്ക് ആവശ്യമില്ലെന്നാണ് തെരുവുകളിൽ ട്രാക്ടറും കൃഷി ആവശ്യങ്ങളുമുള്ള ഉപകരണങ്ങളുമായി സമരം ചെയ്യുന്നവർ പറയുന്നത്. രാഷ്ട്രീയവുമല്ല, തെരഞ്ഞെടുപ്പ് ബജറ്റായിട്ട് പോലും ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ കഴിയുന്നില്ല രാജ്യത്തിന്റെ ഭരണാധികാരികൾക്ക്. എല്ലാം തകർന്നുപോയ ഒരു നാടാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 100 കൊല്ലമായി ആർഎസ്എസ് ഈ രാജ്യത്ത് 2025 വരുമ്പോഴേക്കും 925 മൂലയിൽ രൂപീകരിച്ച ആർഎസ്എസ് 100 വർഷം തികഞ്ഞിരിക്കുകയാണ്. ഭരണം കിട്ടുന്നത് 300 വർഷം കാത്തിരുന്നില്ല. 300 വർഷം കിട്ടുന്ന ഒരു ഭരണത്തെ എങ്ങനെയെങ്കിലും കളവുണ്ടാക്കാൻ, ജനങ്ങൾക്ക് അഭിപ്രായമുള്ളതാക്കാൻ, അവരുടെ പ്രശ്നങ്ങളെ അഡ്രസ് ചെയ്യുന്നതാക്കാൻ ശ്രമിക്കുന്നതിനെ അവർ ചെയ്യേണ്ടത്. 90 വർഷം ആലോചിച്ചു, 90 വർഷം ചിന്തിച്ചു, 90 വർഷം പണിയെടുത്തു, എല്ലാം ചെയ്തിട്ടാണ് കഴിഞ്ഞ 10 കൊല്ലം ആർഎസ്എസ് ഈ രാജ്യം ഭരിച്ചത്. എന്നിട്ട് കൊണ്ടുവന്ന എല്ലാ തീരുമാനങ്ങളും പദ്ധതമായിരുന്നു. നിങ്ങളൊന്നും മറന്നു പോകരുത്, ആരും മറന്നു പോകരുത്. എന്തെല്ലാം വാഗ്വാദങ്ങളും വർത്തമാനങ്ങളും ഉണ്ടായി. 2000 എന്ന വോട്ട് വന്നത് നമുക്കറിയാം, 1000 പോയതും നമുക്കറിയാം. ഇപ്പൊ 2000 പോയില്ലേ? എന്റെ കയ്യിൽ വളരെ ചിപ്പുള്ള നോട്ട് എന്തൊക്കെ പറഞ്ഞു നിങ്ങൾ. ആ നോട്ട് എവിടെ? ആ നോട്ട് നിരോധന വഴിവെക്കുമ്പോഴത്തേക്കുള്ള നഷ്ടം 1000 ഇല്ലാതെയാക്കിയപ്പോൾ 2000 ഉണ്ടാക്കിയപ്പോൾ പിന്നെ 2000 ഇല്ലാതെയാക്കിയപ്പോൾ രാജ്യത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥയ്ക്ക് സംഭവിച്ചിട്ടുള്ള ക്ഷീണത്തെ കുറിച്ച് എക്കണോമിസ്റ്റുകൾ പറയുന്നത് ഞാൻ ആവർത്തിക്കുന്നില്ല. ഇത്ര കോടിയുടെ നഷ്ടമാണ് രാജ്യത്തിനുണ്ടായത്. രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയുടെ നടുവിൽ നടന്നു വരുന്ന സാമ്പത്തിക വിദഗ്ധന്മാർ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. എല്ലാ അർത്ഥത്തിലും 100 കൊല്ലം ആലോചിച്ചു വന്ന ഒരു ഗവൺമെന്റ് ഈ രാജ്യത്തിന്റെ ഏതു മേഖലയാണ് തകർക്കാതിരിക്കുന്നത്? ഓർത്തു നോക്കുന്നില്ല. ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ തിരുവനന്തപുരത്ത് ഒരു സെമിനാറിൽ സാക്ഷ്യമായിട്ട് ഇന്റർവ്യൂ കണ്ടു.
ഇന്ത്യയുടെ അഭിമാനമായ അർജുനവാദമാക്കിയുള്ള സാക്ഷ്യമായി ഭാരതീയ പ്രതിനിധികളുടെ സാക്ഷ്യമാലിക്ക് ആ സാക്ഷ്യമാലിക്ക് സംഘടനത്തോടുകൂടെ വികലാംഗോടുകൂടെ ഭരണകൂടത്തിനെതിരെ ആഞ്ഞടിച്ചു സംസാരിക്കുന്നത് കഴിഞ്ഞ ആഴ്ചയിൽ തിരുവനന്തപുരത്ത് വെച്ചിട്ടു. ഏത് രംഗത്താണ് ഇന്ത്യയുടെ ഏത് മേഖലയാണ് ഇന്ത്യയുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വിദേശത്തു നിന്ന് ആളുകൾ വന്ന് പഠിച്ചിട്ടുള്ള മികവുറ്റ യൂണിവേഴ്സിറ്റികൾ കോളേജുകൾ രാജ്യത്തുണ്ടായിരിക്കും. ലോകോത്തരമായിരുന്നു ഇന്ത്യയുടെ യൂണിവേഴ്സിറ്റികൾ പോലെ പോലെ നിരവധി യൂണിവേഴ്സിറ്റികൾ ഈ രാജ്യത്തുണ്ടായിരിക്കും. മികവുറ്റ യൂണിവേഴ്സിറ്റികൾ നിങ്ങൾ പരിശോധിക്കുക. ആ യൂണിവേഴ്സിറ്റികളുടെ എങ്ങനെയാണ് 2024 ഇന്ത്യയുടെ ഐഐഎം എന്ന് പറയുന്നത് നിങ്ങളുടെ മക്കൾ ഐഐഎം ജോയിൻ ചെയ്താൽ ഉറപ്പാണ് ആ കോഴ്സ് കഴിഞ്ഞിറങ്ങുമ്പോൾ അവനെ ഒത്തിരി വലിച്ചെടുക്കാൻ രാജ്യത്തിന്റെ കമ്പനികൾ താമസിച്ചിരുന്നു. ഐഐഎം നിങ്ങളുടെ മക്കൾ ചെല്ലുമ്പോൾ പ്ലേസ്മെന്റ് ഉറപ്പാണ്. ദുര്യോഗമാണ്. ലോകത്തിലെ മികവുറ്റ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് നമ്മൾ പറഞ്ഞിരുന്നത് ധാരണമായി അപകടത്തെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെന്നാണ് ഞാൻ ചോദിക്കുന്നത്. എന്തൊരു അസംബന്ധമാണ്, എന്തൊരു അപകടകരമായ കാര്യമാണ്. യൂണിവേഴ്സിറ്റികൾക്ക് എന്താണ് സംഭവിച്ചത്? ഇന്ത്യയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? മനസ്സിലാക്കിയിട്ടുണ്ടോ? മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ ലക്നൌവിലേക്ക് പോകേണ്ട കാര്യമില്ല. നിങ്ങൾ കോഴിക്കോട് എൻഐടിയിലേക്ക് പോകും. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ക്യാമ്പസുകളിൽ ഒന്നാണ് കോഴിക്കോട് എൻഐടി. ആ എൻഐടി കണ്ടാണ് രാമചന്ദ്രന്റെ ഉദ്ഘാടനത്തിന് സമയത്ത് അവിടെയാണ് ചെറുപ്പക്കാരൻ ഒരു വിദ്യാർത്ഥി ഉണ്ണികൃഷ്ണൻ ഒരു പ്ലക്കാർഡ് വാങ്ങിയിരുന്നു. ഉണ്ണികൃഷ്ണനെ സസ്പെൻഡ് ചെയ്തു. ഒരു വർഷത്തേക്ക് ഇടയ്ക്ക് വലിയ പ്രക്ഷോഭമുണ്ടായി. തീരുമാനം പിൻവലിക്കാൻ കിട്ടി. പക്ഷെ പ്രശ്നം അവിടെ നിൽക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നിബന്ധനകൾ കഴിയുന്നത് ശൈശവമാണ് എന്ന് പറയുന്ന അവിടുത്തെ അധ്യാപിക മക്കളെ പഠിപ്പിക്കുന്ന അധ്യാപിക അവർ ഫേസ്ബുക്കിൽ കുറിച്ച ഒരു കുറിപ്പുണ്ട്. എനിക്ക് തമാശ തോന്നിയത് ആ സമരത്തിൽ പങ്കാളിയായി പോലും ഇറങ്ങി വന്നുകൂട. നിങ്ങൾ മനസ്സിലാക്കുക, ബന്ധപ്പെട്ടത് ഏതോ മോചനല്ല. ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന്റെ ദിവസത്തിൽ ഈ നാട്ടിൽ ജീവിച്ചവർ ഇവിടെയില്ലേ? ഭ്രാന്തനെ പോലെ ദിവസം പത്രം വായിച്ചവർ ഈ നാട്ടിലില്ലേ? ഈ രാജ്യത്തെ രാഷ്ട്രപതി
ഞങ്ങൾ എതിർക്കണം. എന്റെ പേരിൽ എതിർക്ക് ഗാന്ധിയെ കൊന്നത് രാമരാമനായ ഗോസയാണ്, ആർഎസ്എസ് അതിന്റെ പുറകെ ആർഎസ്എസ് എതിർക്ക് കേന്ദ്രീകരിക്കണം. അത് ഗാന്ധിന്റെ പേരിൽ രാജഭരണാവട്ടെ. ഇതെന്ത് ലോകമാണ്? 2024 ഗോസയെ നമ്മൾ മറക്കണം, ഗാന്ധിയെ നമ്മൾ മറക്കണം. എന്നിട്ട് ഗോസയുടെ ആക്രമണമാവുകയും ഗാന്ധിയെ കൊലപാതകയാവുകയും ചെയ്യണം എന്ന് പറയുന്ന ഈ വിരോധാഭാസം എന്താണ്? നിങ്ങൾ രാജ്യത്തെ എവിടെയാണ് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത് എന്ന് നിങ്ങളൊക്കെ പറഞ്ഞേ. എവിടെയാണ് എന്തെല്ലാം ആക്രമണങ്ങളാണ് നിങ്ങൾ ഈ നാട്ടിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ഇപ്പോ ഇന്നലെ തിരിഞ്ഞ 2 വാർത്തകളാണ് വരുന്നത്, ശ്രദ്ധേയമായ വാർത്തകൾ. ഇന്ന് രാവിലെ CPM കോൺഗ്രസിന്റെ എന്താണ് BJPയുടെ 1 ലക്ഷം തന്നതോടെ പണികളൊക്കെ വിട്ടവന്നു സുപ്രീം കോടതി. വൈകുന്നേരം നിങ്ങൾ കണ്ടല്ലോ, കോൺഗ്രസ് കമ്പനിയുടെ ഫണ്ട് പതിവില്ല. ഇതിന് 210 കോടി രൂപ ടാക്സ് ഫൈൻ കൊടുത്തു. കോൺഗ്രസ് എത്ര കൊല്ലം ഇങ്ങനെ വലിയൊരു പാർട്ടിയാണ് ഇത് മര്യാദ കാണിക്കുന്നത്. അവരുടെ ഫണ്ട് അതിന് പറഞ്ഞ ന്യായങ്ങൾ 2019 മുതൽ 2020 വരെയുള്ള കോൺഗ്രസിന്റെ കണക്കവർ കൊടുക്കാൻ 40 ദിവസം ഇടയായി. മനസ്സിലാക്കണം, വോട്ടിംഗ് കഴിഞ്ഞുകൊണ്ട് 40 ദിവസം മാത്രം ഇടയായത് 210 കോടി രൂപ ഫൈനിട്ട് അവരെ ഫണ്ട് ഫ്രീ ചെയ്തു. ഇൻകം ടാക്സ് കോൺഗ്രസിനെ ഒരു രാഷ്ട്രീയ പാർട്ടിയെ എത്ര മര്യാദയില്ലാതെ അവരെ ഫ്രീ ചെയ്യാം എന്ന് അവർക്ക് കൊണ്ട് അതിന് എന്നാൽ നിങ്ങൾ ഓർത്തു നോക്കൂ, ഈ രാജ്യത്ത് സംഭവിക്കുന്നതാണ്. ഭരണാധികാരികൾ അക്രമികൾ വൈകാരികമായി അപകടകരമായി പെരുമാറുകയാണ് രാജ്യം ഭരിക്കുന്നത്. ഇന്ത്യയിലെ സംഭവം ഈ രാജ്യത്ത് സംഭവിച്ചതാണ്. എവിടെയൊക്കെയാണ് നാട്ടിൽ പോകുന്നത്? അടുത്ത തെരഞ്ഞെടുപ്പ് പോലായി BJP-ക്കാരെ ആർഎസ്എസ്-ക്കാരെ ഒരു പാർട്ടി മത്സരിച്ചുകൂടാ. അതാണ് നിശ്ചയം. ഒരുപക്ഷേ സ്ഥാനാർത്ഥിയുടെ പോസ്റ്ററുകൾ നിങ്ങൾ കണ്ടെന്ന് വരില്ല, പൈസയുണ്ടാവില്ല, ഒരുപാട് നേരിടത്തിൽ വന്നെന്ന് വരാം. പക്ഷെ ഇന്ത്യ എന്ന് പറയുന്നത് ഒരു മഹാരാജ്യത്തെ നിങ്ങൾക്ക് എങ്ങനെയാണ് കൈവട്ടയിലാക്കാനാവുക? നിങ്ങളുടെ കൈകളുടെ വോട്ട് കുറയാണ്. 30% വോട്ടിലേക്ക് എത്താൻ കഴിയുമോ? 70% ജനങ്ങൾക്ക് പുറത്തല്ലേ? അപ്പൊ കോടികളല്ലേ നിങ്ങൾക്ക് 30% ഈ രാജ്യത്തിന്റെ ഭൂരിപക്ഷത്തിനുണ്ടോ? ജനാധിപത്യ പാർട്ടികൾ ഭിന്നിച്ച് തകർന്നു പോയപ്പോൾ നിങ്ങളുടെ പാർട്ടി രാജ്യത്ത് കേന്ദ്രീകരിച്ചത് മാത്രമല്ലേ 30% അധികാരം കിട്ടിയത് എന്നല്ലേ? എന്തൊക്കെയാണ് ഈ കഥ? നിങ്ങൾ രാജ്യത്തിന്റെ എന്താണ്? ഈ രാജ്യത്തെ മർദ്ദകരുടെ വലിയവരുടെയും ഒന്ന് മൂക്കിൽ വിളിച്ച് കഴിക്കുന്നതാണ്. ഇന്ത്യക്കാരൻ ആഗ്രഹിക്കുന്നത് ആരെ സമരം ചെയ്തത് 300 കൊല്ലമാണ്. വെള്ളക്കാരോട് സമരം ചെയ്തത് ബ്രിട്ടീഷുകാരോട്, വിദേശികളോട് 300 കൊല്ലം. അറിയാമോ? നിങ്ങളുടെ വെള്ളിപ്പാലോ, നിങ്ങളുടെ വെള്ളച്ചന്മാര്, മുതുപോത്തന്മാര്, അത് ഇവിടെ ഇന്ന് ഇതുപോലെ എനിക്ക് സംസാരിക്കാൻ നിങ്ങൾക്ക് ഇതുപോലെ ഇന്ന് പങ്കെടുക്കാൻ ഈ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പദപ്പെട്ടുകൂടി അവരെ ആസ്വദിച്ചിട്ടില്ല. അവർ കാണുന്നത് കൊണ്ട് വേദനിച്ചിട്ടില്ല. ജാതിയുടെയും മതത്തിന്റെയും മതപരങ്ങളുടെയും അപ്പുറത്ത് 499 ജാതിയും മതങ്ങളുമുള്ള 320 ഭാഷയുള്ള വൈവിധ്യങ്ങൾ കൊണ്ട് മാത്രം നിറഞ്ഞുള്ള നാടിനെ ഏകോപിപ്പിച്ച് ഇന്ത്യ എന്ന് പറയുന്ന വികാരത്തെ കേന്ദ്രീകരിപ്പിച്ച് സൂര്യതത്വം ബ്രിട്ടീഷുകാരെ ഇവിടെ നിന്ന് കണ്ടം വഴി ഓടിച്ച ജനതയുടെ പേരാണ് ഇന്ത്യ എന്ന് പറയുന്നത്. അറിയുമോ നിങ്ങൾക്ക്? ആ നിങ്ങളാണ് 30% വോട്ടിന്റെ പിൻബലം വെച്ച് രാജ്യത്ത് വർഗീയത ഇണങ്ങിയോട്ട് രാജ്യത്തെ അത് ചെറുപ്പക്കാരാണ് വിചാരിക്കുന്നത്. എന്റെ ചെറുപ്പക്കാരോട് പറയും, നിങ്ങൾ നിരാശപ്പെടുത്താൻ എല്ലാവരും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. BJP-യുടെ കൈയുള്ള ഏകമാണ് പോലെയുള്ള കൂടി തന്നെയാണ് ആർക്ക് വേണ്ടി ആ സർവേക്ക് മോദിയോട് രാജ്യത്ത് 400 സീറ്റൊന്നും ഉണ്ടാവില്ല, ഒരു 370 സീറ്റ് ഉണ്ടാവും. നരേന്ദ്രമോദി എന്തിനാണ് അവിടേക്ക് ചാറ്റി ചാറ്റി കളിക്കുന്ന നിതീഷ് കുമാറിനെ ബജറ്റ് പിടിച്ചത്? എന്തിനാണ്? നിങ്ങൾ എന്തിനാണ് കോൺഗ്രസ് പോലെ ഒന്നും കൊള്ളില്ലെന്ന് പറയുന്ന ഒരു പാർട്ടിയുടെ നിങ്ങൾ ഫോളോ ചെയ്യുന്നത്? അങ്ങനെ ഫണ്ടുകൾ വർദ്ധിപ്പിക്കുന്നത് എന്തിനാണ്? നിങ്ങൾക്ക് പറയുന്നത്
ഇന്ത്യയെ അങ്ങനെ സ്ഥലങ്ങളിലേക്ക് നിങ്ങൾക്കാവില്ല. ഇങ്ങനത്തെ സ്റ്റേറ്റുകൾ മോശിക്കാകട്ടെ, നിങ്ങളുടെ രാജ്യത്തിന്റെ സൗന്ദര്യമാകട്ടെ, സൗന്ദര്യത്തിന്റെ അവസാനത്തെ നിങ്ങൾ ഓടിച്ചു വെച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ ഗ്രാമങ്ങളിൽ കർഷക സഹിത പാർട്ടിയുടെ പ്രതിനിധിയാണ്. ഒരു രാഷ്ട്രീയമായും മുൻകൂട്ടം മുന്നിൽ നിന്നിട്ട് നയികളായി രാജ്യത്തെ രൂപപ്പെടുന്നതിന് ഒരു കാലമാണിത്. ആ കാലത്ത് ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിയോ, വോട്ട് കൊണ്ട് നിങ്ങൾ 10 കൊല്ലം മരിച്ചുവിടെ. എന്നാൽ ആ ഇടിയോടത്തിൽ നിങ്ങളൊരു ദുർബലനാണ്, നിങ്ങളെ മാറ്റത്തെ കാണിക്കുന്നത് ഈ കഴിഞ്ഞ കാലങ്ങളിൽ അല്ലെങ്കിൽ അങ്ങനെ ആ നിങ്ങൾക്ക് കഴിഞ്ഞു എന്നതാണ്. എയിംസിന്റെ കണക്ക് എയിംസ് ഒരു പാർട്ടിയുടെ നേതൃത്വമല്ലോ, സെൻട്രൽ ഗവൺമെന്റിന്റെ കീഴിലുള്ള എയിംസ് 40% കുട്ടികൾ കഴിഞ്ഞ മാസം വന്ന കണക്കാം. 40% കുട്ടികൾ വിളർച്ച ബാധിച്ചിരിക്കുന്നു എന്നാണ് എയിംസിന്റെ കണക്ക്. പട്ടിണി, ദാരിദ്ര്യം, കഷ്ടപ്പാട് കേരളത്തിന്റെ സുഖങ്ങളിൽ നിന്നും ഇന്ത്യയെ നിങ്ങൾ പരിശോധിക്കണം. ഗ്ലോബൽ ഹാർമോണി ഇൻഡെക്സ് പട്ടിണിയെ കുറിച്ച് പഠിക്കുന്ന ആഗോള സംഘം 125 രാജ്യങ്ങൾ എടുത്തപ്പോൾ ആ 125 രാജ്യങ്ങളിൽ 111ാമത്തെ രാജ്യം ഇന്ത്യയാണ്. പട്ടിണി ഇന്ത്യയാണ്. രാജ്യത്തിന്റെ പേര് കേൾക്കണോ? സംഗീതമാരെ അഫ്ഗാനിസ്ഥാൻ. അഫ്ഗാനിസ്ഥാന്റെ തൊട്ടടുത്താണ് ഇന്ത്യയുടെ പട്ടിണിയുടെ റേറ്റിംഗ് നിലവാരം. ഈ രാജ്യത്തിന്റെ അവസ്ഥയാണ്. ഈ വേൾഡ് ഹാർമോണി എന്ന് പറയുന്ന മാർഗദാനങ്ങൾ 2000 മുതൽ 2018 വരെ ഇന്ത്യ പട്ടിണിയോട് തൊഴിലുകളായി 2015 അതിൽ നിന്നും വിഡ്രോ ചെയ്തു ഗവൺമെന്റ്. എന്താ വിഡ്രോ ചെയ്യാൻ കാര്യം? ഗവൺമെന്റിന് ബന്ധ പണി പ്രധാനമന്ത്രിയല്ല, അവരുടെ തന്ത്രിയാവുകൾ ക്ഷേത്രങ്ങളിൽ പോയിട്ട് വേഗങ്ങൾ നടത്തുന്നു. ഇന്ത്യയിലെ പ്രധാനമന്ത്രി ഇദ്ദേഹത്തിന്റെ പണി എന്ന് പ്രഖ്യാപിക്കും. ഞാൻ ചോദിക്കുന്നത്, ഇവിടെ ഗ്രാമപത്രമായി ആരാധിക്കുന്നവർ കൊണ്ടു നടക്കുന്നവർ ഇന്ത്യയിൽ ഭാഗമായി പക്ഷം അന്ന് നിങ്ങളുടെ ചോദിച്ച ഒരു ചോദ്യമുണ്ട്. ഞങ്ങളുടെ പട്ടിണിക്കുള്ള മറുപടി എന്താണ്? നിങ്ങൾ ഉണ്ടാക്കിയത് ആണോ? നിങ്ങളുടെ ഗുരുവിന്റെ മറുപടിയാണോ? മോദി നിങ്ങളുടെ പണിയാണ് ഉണ്ടാക്കിയത്. നിങ്ങളുടെ പണി ഈ രാജ്യത്തിന്റെ പട്ടിണി പാടാനാണ്, പാവങ്ങൾക്ക് തൊഴിൽ കൊടുക്കാനാണ്, ഉണ്ടാക്കാനല്ല. ഉണ്ടാക്കുന്നത് ഞാൻ സംസാരിക്കുന്നത് ഈ പണത്തെ മരുന്നല്ലേ. കാസർഗോഡിന്റെ ഭാഗത്ത്, കണ്ണൂരിന്റെ ഭാഗത്ത് ഇവിടെ കൂടുതലുള്ള പ്രദേശമല്ലേ. അധ്വാനമുണ്ട്, പ്രവാസ ജീവിതമുണ്ട്, അവർ ഉണ്ടാക്കിയിട്ടുള്ള സാമ്പത്തിക ഭദ്രതമുണ്ട്, അവരുടെ മികച്ച ജീവിത രീതി ഇവിടെ ഉണ്ട്. അപ്പൊ അതൊക്കെയാണെങ്കിലേ അവരുടെ വീട്ടിൽ പോയി നോക്കൊന്നും വേണ്ട. ഇനി നാട്ടിൽ കാണുന്ന പള്ളികൾ നോക്കിയാൽ മതി. പള്ളികൾ നോക്കിയാൽ മതി. ഐശ്വര്യം കൊണ്ടേണ്ടത് ജീവിതത്തിൽ വലിയ ശുദ്ധത്തെ കേട്ടത് അവർ മലയാളില്ല. എല്ലാ മതവും എല്ലാ ജാതിയും എല്ലാ വിഭാഗങ്ങളും അങ്ങനെ പോയി നോക്ക്, രാജ്യങ്ങളിൽ പോയി നോക്ക്. ആകാശം നാമദേശമേതായ പള്ളികളുണ്ട്. നിങ്ങൾ ആദ്യം പോയി നോക്ക്. ലോകത്തിൽ യാത്ര ചെയ്യുന്നവർ ഒരുപാട് പേര് യാത്ര കൊടുത്തില്ല. അവിടെ പ്രാർത്ഥിച്ചു പോകും. ഇന്ത്യയിൽ നമ്മൾ ശുക്ർ ചെയ്ത് മതിയാവില്ല.
നിങ്ങളുടെ ആത്മീയ പ്രശ്നമായി മാറുന്നത് മതത്തിൽ വന്നിട്ടുണ്ട്. ഉണ്ടാവില്ല. മക്കളുടെ പണ്ടിനി എന്റെ ആത്മീയ പ്രശ്നമാണ്, എന്റെ പണ്ടിനി കുഴപ്പമില്ല. എന്റെ പണ്ടിനിയുടെ പ്രശ്നം ഞാൻ പണ്ടിനിയുടെ ചിലപ്പോ വലിയ രോഗങ്ങൾ വരാം, വലിയ പ്രശ്നങ്ങൾ വരാം. ഞാൻ ആ പണ്ടിനെ കൊണ്ട് തലചുറ്റിനേക്കാം, പണ്ട് വരാം, ദുനിയാവിലെ പ്രശ്നങ്ങളാണ്. പക്ഷെ എന്റെ കൂട്ടുകാരല്ലേ, എന്റെ നായകന്റെ പണ്ടിനി എന്റെ ആശ്രമം നഷ്ടപ്പെടുത്തി മതി. അയൽക്കാരന്റെ വിഷമമാകാതെ നീ ഭക്ഷണം കഴിച്ചാൽ എന്റെ കൂടെ സ്വർഗത്തിലുണ്ടാവില്ലെന്ന് അയൽക്കാരൻ ആരാണ്? ഹിന്ദുവാണ്, മുസ്ലിമാണ്, ക്രിസ്ത്യാനിയാണ്, ഏത് മതക്കാരനാണോ? പറയുന്നുണ്ട് മതം പ്രശ്നമാണ് എന്ന് പറഞ്ഞ കാര്യം എങ്ങനെയാണ്? വിഷമാണ് പ്രശ്നം എന്താ പറയുക? തനിക്ക് മതം അറിയില്ല, ഒന്നും അറിയില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നു എന്നത് എന്താ പറയാ? മതവിശ്വാസത്തിന് എതിരാണ് അതിന്റെ അർത്ഥം. നിങ്ങളുടെ പട്ടിണികളുടെ ബന്ധം നായകത്തെ വെള്ളം കൊടുക്കുന്ന ഒരു സ്ത്രീയോട് സ്വന്തം ഉറപ്പുണ്ടെന്ന് പൂജകൾ പതിനിട്ടുണ്ട് ഒരു സ്ത്രീയോട് പൂജയോടെയാണ് പഠിപ്പിക്കുന്നത്. മതമല്ലേ മതമല്ലേ ആ മതത്തിനെ മക്കൾ പണ്ടിട്ടുണ്ട് അവിടെ പോയി പള്ളിയിടാക്കുന്നത് കാര്യമില്ല. അവർ വിഷമമായിട്ട് നിങ്ങളുടെ ചെയ്യാൻ നിങ്ങളുടെ സമ്പത്തിന്റെ സൗകര്യങ്ങളുടെ ഒരു വിഹിതമാണ് ഒന്നിച്ചു വീടേക്ക് മേലോട്ട് പോകാൻ ശ്രമിക്കുന്ന ഒരു രാജ്യത്തിന്റെ ഭരണാധികാരിയല്ലേ മോദിയാണ്. അങ്ങനെയാണോ ഈ ക്ഷേത്രമുണ്ടാക്കി ആളുകളെ കടലിൽ പൊഴിയുന്നത്? എന്താണെന്ന് പറയുന്നത് ഇന്ത്യൻ ഹിന്ദുക്കൾക്ക് വേണ്ടിയാണ് ഞങ്ങൾ ഭരിക്കുന്നത്. ശരി, നിങ്ങൾ ഹിന്ദുക്കൾക്ക് വേണ്ടിയാണ്. ദയവേറ്റിട്ട് ആ ഹിന്ദുക്കൾക്ക് വേണ്ടി പെട്രോളിന്റെ വില ഒന്ന് കുറച്ചു കൊടുക്കും, ഡീസലിന്റെ വില ഒന്ന് കുറച്ചു കൊടുക്കും, ഗ്യാസിന്റെ വില ഒന്ന് കുറച്ചു കൊടുക്കും, ഭക്ഷണ സാധനങ്ങളുടെ വില ഒന്ന് കുറച്ചു കൊടുക്കുക. 50% ഹിന്ദു സഹോദരന്മാരാണ് ഇന്ത്യ രാജ്യത്തുള്ളത്. ശരിയോ? നിങ്ങൾ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് ഇന്ത്യ രാജ്യത്തെ ഹിന്ദുക്കളല്ലേ? അത് 80%. നിങ്ങൾ ചെയ്യുന്ന ഏതൊന്നും ഈ രാജ്യത്തെ അഭിമുഖീകരിക്കുക ഹിന്ദു സഹോദരന്മാരല്ലേ? 80% അവരുണ്ട്. നിങ്ങൾ അവർക്ക് വേണ്ടിയാണോ ഭരിക്കുന്നത്? നിങ്ങൾ അവർക്ക് വേണ്ടിയാണോ? എന്നിട്ട് പറയാം എന്റെ ബാധഭക്തനാണ്, എന്റെ പ്രിയപ്പെട്ട BJP. നിങ്ങളെ സത്യത്തിൽ എന്താ ചെയ്യാൻ ശ്രമിക്കുന്നത്? ഗാന്ധിജിയെ മാറ്റേണ്ടത് പോലെ രാമൻ യഥാർത്ഥ രാമന്റെ മക്കൾ ഭഗവത് കൃഷ്ണന്റെ മക്കളെയാണ്. ആരാ രാമൻ? മനുഷ്യന് വേണ്ടി ലോകത്തിൽ ഒരു പക്ഷിക്കിടയിൽ രക്തം പോലും ചിന്തരുതെന്ന് വിചാരിക്കുന്ന ഒരു പ്രത്യേക ശാസ്ത്രത്തിന്റെ നായകൻ. ലോകത്തിൽ കൂടുതൽ ശാന്തി വേണമെന്ന് വിചാരിക്കുക ഭഗവാൻ രാമൻ. ആ രാമന്റെ പേരിൽ ക്ഷേത്രം ഉണ്ടാക്കുമ്പോ അടുത്ത അവിടുത്തെ മുഖ്യ കർമ്മിയാവാൻ നരേന്ദ്രമോദിക്ക് എങ്ങനെ യോഗ്യതയുണ്ട്? നിങ്ങളുടെ കയ്യിൽ മനുഷ്യന്റെ ചോരയില്ലേ? മനുഷ്യന്റെ ചോര. ആ ചോരയുള്ള നിങ്ങൾ ഗംഗയിലല്ല, ആയിരം ഗംഗയിൽ കുളിച്ചാൽ പോലും അങ്ങ് യോഗ്യനാവുന്നില്ല. സ്നേഹമുള്ള നിങ്ങളോട് ചോദിക്കട്ടെ, ഇവിടെ നിങ്ങൾ പറയുന്നില്ലേ ഹിന്ദുക്കൾക്ക് വേണ്ടി ഭരിക്കുന്നു? എന്നാൽ സത്യത്തില് നിങ്ങൾ പരിശോധിച്ച് നോക്കിയ ആരാണ് നിങ്ങൾ സമരം ചെയ്യുന്നത്? അത് ഈ ഫാഷിസ്റ്റുകൾക്ക് പൊരുതുന്നവരാണ് ഇവിടുത്തെ മുസ്ലിമാണ്. നിങ്ങൾ പറയുന്നില്ലേ BJP-കാരൻ നരേന്ദ്രമോദി നിങ്ങളൊരു ഹിന്ദു പ്രത്യയശാസ്ത്രം പറഞ്ഞിരിക്കുന്നു? ഒരിക്കലുമല്ല. നിങ്ങൾ ഹിന്ദുത്വം എന്ന് പറയുന്ന അജണ്ടയെ പിൻപറ്റുന്നവരാണ്. എല്ലാവരുണ്ട് വളരെ മതപരമായി കുട്ടക്കൊണ്ടിരിക്കുന്നവർ എല്ലാ മതത്തിനകത്തുമുണ്ട്. നിങ്ങൾ കൊണ്ടിരിക്കുന്നത് ഈ രാജ്യത്തിലെ ഹിന്ദു സമുദായത്തിന്റെ നന്മയേക്കല്ല, ഒരിക്കലാണ്. നിങ്ങൾ നോക്കൂ, നമ്മുടെ കുട്ടികള് ഗൗരവത്തിന് അവതരിക്കേണ്ട ഒരു കാര്യമാണ്. രാഹുൽ ഗാന്ധി രണ്ടാമത്തെ ബന്ധു വെച്ച് ഇന്നതരമായ രണ്ടിലേക്ക് 1ാം ഘട്ടത്തിലേക്ക് രാഹുൽ ഗാന്ധിയുടെ ജോഡോയാണ്.
അതോടെ മുതിരുവാടിന്റെ നാട്ടിലൂടെ പോകുമ്പോ മാർക്സിസ്റ്റ് വാഹനത്തിലേക്ക് കൈ ഉയർത്തി രാഹുലിനെ വീശുമ്പോ അവിടെ നിങ്ങൾ വെച്ച എന്താണ് ബാനർ എന്താ പറയുക ഈ ജാഥ പോരാട്ടമുണ്ടാകുന്ന നാടകമാണ്. ആ ജാഥയിലുള്ള ആ ജാഥയുടെ തുണികളിടക്കി കാശ്മീരിൽ സമാപിക്കുമ്പോ ഈ രാജ്യം മുഴുവൻ രാഹുലിന്റെ കൂടെ ഉണ്ടായിരുന്നു. കർണാടക പിടിച്ചെടുത്തു ലാഭമേഖലപ്പോൾ അതിനുശേഷം 4 സ്റ്റേറ്റുകളിൽ തെരഞ്ഞെടുപ്പ് 3 തരത്തിൽ കോൺഗ്രസ് പോയി. പോയി തെലുങ്കാനൊന്നും പക്ഷേ 10 സ്ഥലത്തിന് ശേഷമാണ് അവിടെ അനുവദിക്കുന്നത്. ഇപ്പോഴും ഇന്ത്യയിലെ തെരുവിലുണ്ട് നിരാശനാവാം. ഈ രാജ്യത്തെ മതവിശ്വാസികൾ മുഴുവൻ പരിശോധിക്കണം. നിരാശനാവാൻ സാധിക്കും. 3 കൊല്ലം ഞാൻ പറഞ്ഞില്ലേ ഈ രാജ്യത്തെ സമരം നേരിടുന്നത് നമ്മൾ ഈ രാജ്യത്തിന്റെ ശത്രുക്കൾ തോൽപ്പിച്ചുള്ളതാണ്. 10 കൊല്ലം നമ്മുടെ കുട്ടിയിട്ടില്ല പരിശോധിക്കുക. തെളിയിച്ചെടുക്കുന്നത് നിങ്ങളുടെ എണ്ണ മാത്രമാണോ ജനാധിപത്യ രാജ്യത്ത് നിങ്ങളുടെ ഭാഗതയെ തീരുമാനിക്കേണ്ടത്? ആ ജനാധിപത്യ പ്രയോഗമുണ്ട്. മോദി ഭയമൊക്കെ അങ്ങനെ ആത്മഹത്യ വേണ്ടി നമ്മൾ ജീവിക്കുന്നത് ഓടിക്കുന്നില്ല അല്ലല്ലോ. ലോകമല്ല ലോകമല്ല 40 കിലോമീറ്റർ 20 കിലോമീറ്റർ വീതി അതിനിടയ്ക്ക് പ്രദേശത്താണ് അവിടെ ജില്ലയുടെ മറ്റുമില്ല. അവിടെയാണ് 40 ലക്ഷത്തിലധികം ആളുകൾ ബാധിക്കുന്നത്. വലിയ പുള്ളിയാണല്ലേ എന്താ പറയുന്നത്? തുരുത്തിയിലെ അങ്ങാടിയുടെ ഒരു കടയുടെ വോട്ട് ആയിരത്തി വോട്ടുകളാണ് ഈ യുവകന്മാരാണ് ലോകമാകുന്നത്. അവരുടെ കാലത്തെ മുമ്പ് ഓർമ്മ കൊടുത്ത് അവർ കണ്ടിട്ടില്ല. പോയി അവരെ ഒന്നും ഉരുട്ടിയും നിർത്താവുന്നതൊന്നുമല്ല ഇന്ന് ലോകത്തിലെ ഒരു ജനങ്ങൾ പറയുന്നത്. ഇങ്ങനെ എത്രയെങ്കിലും ന്യൂനപക്ഷങ്ങളുണ്ട്, എത്രയെങ്കിലും ഭൂരിപക്ഷ സമുദായത്തിൽപ്പെട്ട എത്ര പേര് ഓർമ്മോ അവസരത്തിന്റെ പട്ടികകളുണ്ട്. 1-ാം നമ്പർ രാഹുലാണ് മുമ്പിൽ നടക്കുന്ന പൊസിഷൻ. ആരുടെ കൂടെ നോക്കിപ്പോ രാഹുലുണ്ട്, രാമനുണ്ട്, മമതാ ബാനർജിയുണ്ട്, സ്റ്റാലിനുണ്ട്, സിദ്ധരാമയ്യുണ്ട്, സദർമാനുണ്ട്, സഞ്ജീവ് പറ്റുണ്ട്, ആനന്ദ് തെരഞ്ഞെടുപ്പുണ്ട്. അങ്ങനെ പറഞ്ഞാൽ തീരുക, എന്നെ തീർക്കാനാവില്ല. ഇങ്ങനെ ഈ ഫ്രാൻസിന്റെ പോരാട്ടം നടത്തുന്ന 14 പേര് പറഞ്ഞു അതിലൊരു മുസ്ലിം ഉണ്ടായിരുന്നില്ല. ഈ രാജ്യത്തെ ഹിന്ദു സഹോദരന്മാർ, ഈ നാട്ടിലെ വിശ്വാസികൾ അവരാണ് ഈ ഫ്രാൻസിന്റെ പോരാട്ടത്തിന്റെ മുന്നിൽ നിൽക്കുന്നത്. എന്ന് ഞാൻ ചോദിക്കട്ടെ, ഈ രാജ്യത്ത് ഒരുപാട് വർഗീയ കലാപങ്ങളിൽ മുസ്ലിങ്ങൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. രാജ്യമെന്നറിയുമോ അവൻ മുസ്ലിമാ, അവൻ മുസ്ലിമാണ്. അതുകൊണ്ടാണ് എന്നാൽ ഇവിടെ കൊല്ലപ്പെട്ടവരുടെ പേരിൽ ഓരോ കൂടി മുസ്ലിമാണോ മുസ്ലിമാണോ നിങ്ങൾ പരിശോധിച്ച് നോക്ക്. ലോകമെന്ന് മനസ്സിലാകെ ഹിന്ദുക്കളല്ല നല്ല മുന്തിയ ജാതിയിൽ ഉണ്ടായിരുന്ന ഹിന്ദുക്കൾ ഇതിനകത്തപ്പെട്ടത് ഇതിനകത്തുള്ളത് അവർക്ക് വേറെ ചെയ്യണ്ട. പക്ഷേ അവർ ഹിന്ദുക്കളാണ് ഈ രാജ്യത്തെ കാഴ്ചകൾക്കെതിരെ പൊരുതി നിൽക്കുന്നു എന്നാണ്. ഈ രാജ്യം അങ്ങനെയാണ്. നിങ്ങൾ എങ്ങനെ ആരെ ശ്രമിച്ചാൽ വളരെ ഒന്നുകൂടെ ചെറുപ്പക്കാരെ പാർലമെന്റിൽ പുകയാക്രമണം നമുക്കും കഴിഞ്ഞ കഴിഞ്ഞ വർഷം 2023 അവസാനത്തെ ചില ചെറുപ്പക്കാരെ കൂടി പാർലമെന്റിനെ ഒന്നും ഭയപ്പെടുന്നു. ഒന്നുമില്ല, ഒരാൾക്ക് പോലും ഒരു ഓർമ്മയില്ല, ഭയങ്കര പോലീസ് അതിനകത്തൊക്കെ ചാടിയവരാണ്. അവര് 2 ആഴ്ച മുമ്പ് കോടതിയുടെ മുമ്പിൽ വന്ന് പറഞ്ഞ നിങ്ങൾ ഞങ്ങൾ വെറുതെ വിടാമാണ്. ഏതെങ്കിലും പ്രതിപക്ഷത്തിലെ ഒരാളുടെ പേര് പറഞ്ഞു BJPക്ക് വേണ്ടി സീറ്റ് ഉണ്ടാക്കാൻ വന്നില്ല.
അതായിരിക്കുമല്ലോ ഈ രാജ്യങ്ങളുടെ വീട്ടുകളുടെ മുമ്പിൽ മുട്ടുപറന്നോ ആ നാട്ടുകളുടെ പേരിങ്ങനെ ചൊല്ലിയാണ് പരിശോധിക്കണം. സ്നേഹമുള്ളവരെ, ഈ രാജ്യം കീഴ്പ്പെടുത്താനൊന്നും ആർക്കുമാവില്ല. ജനാധിപത്യത്തിന്റെ പോരാട്ടങ്ങളെ ശക്തിപ്പെടുത്തലാണ് ആവശ്യം. ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ വല്ല പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഇങ്ങനെ ഉത്തരവാദിത്തമുണ്ട്. അതെന്താണ്? നമ്മൾ പരമായിട്ടും ഇന്ത്യ മുന്നണി അങ്ങനെയായി ഇങ്ങനെയായി ഞാൻ ചോദിക്കട്ടെ, ഒരു പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് മുമ്പിൽ വരുമ്പോ നിങ്ങൾ ഈ തുരുത്തിക്കകത്ത് ചെയ്യാനുള്ള കാര്യമുണ്ട്. ഈ തുരുത്തിയിലെ അവസാന മനുഷ്യന്റെ വോട്ടും ജനാധിപത്യ ശരിയിൽ വീഴ്ത്തണമെന്നും പാർലമെന്റിനെ ഇന്ത്യയുടെ പാർലമെന്റിൽ ശക്തിപ്പെടുത്തണമെന്നും ആ മുന്നണിയെ ശക്തിപ്പെടുത്തണമെന്നുമുള്ള കൂട്ടായ്മയിൽ പങ്കാളിയാണ്. നിങ്ങൾക്ക് ഒരു വോട്ടേ ഉള്ളൂ, നരേന്ദ്രമോദി ഒരു വോട്ടേ ഉള്ളൂ, രാഹുൽ ഗാന്ധി ഒരു വോട്ടേ ഉള്ളൂ. അതിന് വോട്ടില്ല. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ സമീപിക്കുന്ന ഇവിടുത്തെ CPM-കാരോട് ഞാൻ ചോദിക്കാം, നിങ്ങൾക്കറിയുമോ എങ്ങനെയാണ് നിങ്ങൾ അഭിമാനത്തോടെ പറയുക ഈ കാസർഗോഡിലെ ഇന്ത്യയുടെ പാർലമെന്റിന്റെ പ്രതിപക്ഷ നേതാവായിരുന്നൊക്കെ നിങ്ങൾ വിട്ടുവാക്കേണ്ട എങ്ങനെയാ? അംഗബലം കൊണ്ടാണ്? അല്ല, പണ്ഡിറ്റ് പാർലമെന്റിന്റെ ഉയർന്ന ജനാധിപത്യ ബോധത്തിന്റെ ഫലമാണ്. ഉയർന്ന ജനാധിപത്യ ബോധം പ്രതിപക്ഷ നേതാവിനുള്ള അംഗബലമില്ലായിരുന്നു നേതൃത്വ പാർട്ടിക്ക്. എന്നിട്ടും നിങ്ങളെ പ്രതിപക്ഷ നേതാവാക്കിയത് പണ്ഡിറ്റ് പാർലമെന്റിന്റെ ജനാധിപത്യ ബോധമാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് രാഹുൽ ഗാന്ധിയെ പ്രതിപക്ഷ നേതാവാക്കില്ല എന്ന് ഈ രാജ്യത്തിൽ ഭരണപക്ഷം തീരുമാനിച്ചു. കാര്യമുണ്ട്, കോൺഗ്രസിന് അവരുടെ സീറ്റുകളുടെ എണ്ണത്തെ കുറിച്ചിട്ട് പേര് പറഞ്ഞില്ല. നിങ്ങൾ